ഇത് പെരുവണ്ണാപുരത്തെ ഉണ്ണിക്കണ്ണന്റെ പ്രസാദോ? അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി ഞാനവിടെ ഒരു വെണ്ണയും നേർന്നിരുന്നു. കഴിച്ചേക്കണേ. ലക്ഷ്മി വന്ന കാര്യം സച്ചേട്ടൻ എന്നോട് പറഞ്ഞില്ല. അതിനുള്ള സമയം കിട്ടണ്ടേ? അതിന് എന്റേതത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. സച്ചേട്ടൻ മറന്നേല് ഒരു അത്ഭുതമില്ല. അതുകൊണ്ടല്ല ഇതുവരെ അതിന് സമയം കിട്ടിയില്ല. ചുമ്മാ പുളു അടിക്കല്ലേ സച്ചേട്ടാ. സച്ചേട്ടന് അർച്ചനയുടെ കാര്യമല്ലാതെ വേറൊന്നും തലയിലില്ല. അതെനിക്കറിയാം. അർച്ചന ഐസിയുവിൽ കിടന്നപ്പോഴുള്ള ആ സങ്കടം ഞാൻ കണ്ടതല്ലേ. അർച്ചനയ്ക്കറിയോ, ഈ സച്ചേട്ടന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരു പാവം. അല്ല, അർച്ചനയുടെ താലി ഇവിടെ? അതെ, നോക്കണ്ട. അത് എന്റെ കയ്യിലുണ്ട്. തന്നെ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ ഊരി തന്നതാ. വളകളൊക്കെ കാറിലിരിപ്പുണ്ട്. പക്ഷേ ഇത് ഞാൻ അന്നേരം മുതൽ പോക്കറ്റിൽ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സച്ചേട്ടനത് ഇപ്പൊ തന്നെ കെട്ടിക്കൊടുത്തേക്ക്. വേണ്ട സച്ചേട്ടാ. എനിക്ക് വേണ്ടി സച്ചേട്ടൻ നേർച്ച നേർന്നത് പെരുവണ്ണാപുരത്തെ ഉണ്ണിക്കണ്ണന്റെ അടുത്തല്ലേ? ലക്ഷ്മി വെണ്ണ നേർന്നതും അവിടെ തന്നെയാ. അപ്പൊ പിന്നെ ഈ താലിമാല ഇനി എന്റെ കഴുത്തിൽ സച്ചേട്ടൻ രണ്ടാമത് അണിയുന്നതും ആ ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ വെച്ച് തന്നെ ആവട്ടെ. അത് കൊള്ളാം. അപ്പൊ ഉണ്ണിക്കണ്ണന്റെ നടയിൽ വെച്ച് വീണ്ടും ഒരു താലികെട്ട്. അന്ന് എന്നെയും വിളിക്കണം കേട്ടോ. എനിക്കും അത് കാണണം. തീർച്ചയായിട്ടും വിളിക്കും. സച്ചേട്ടൻ പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ എന്താ നേർന്നത്? ഞാനൊരു ശയനപ്രദക്ഷിണം നേർന്നിട്ടുണ്ട്. അതിന്റെ ഫലം കിട്ടിയില്ലേ? അർച്ചനയ്ക്കും കുഞ്ഞിനും ഒരാപത്തും കൂടാതെ പെരുവണ്ണാപുരത്തപ്പൻ തിരിച്ചു തന്നില്ലേ? അതുകൊണ്ട് തന്നെ എത്രയും വേഗം പോയി ശയനപ്രദക്ഷിണം നടത്തണം. വേണം, അടുത്ത ദിവസം തന്നെ പോണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അർച്ചനെ. ലച്ചു, പുറത്തേക്ക് ഞാനും വരാം. അർച്ചന, ഞാനിപ്പോ വരാം കേട്ടോ. ശരി.